ഇങ്ങനെ ഇറക്കി നമ്മളല്ലേ എത്ര നാൾ കാത്തിരുന്നിട്ട്. സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത്. അതിഥികൾ വളരെ കുറവ് എന്നതൊഴിച്ചാൽ വളരെ ആർഭാടം നിറഞ്ഞൊരു വിവാഹം തന്നെയായിരുന്നു ഇവരുടേത്. ആദ്യം കൂട്ടുകാരായിരുന്ന ഇവർ പ്രണയത്തിലാവുന്നു. അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്നു. പിന്നീട് വീട്ടുകാർ സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുന്നു. പിന്നാലെ ഹൽദി, മെഹന്തി, സംഗീത് ചടങ്ങുകളൊക്കെ നടത്തി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് വിവാഹം നടത്തുന്നു. ഇത്രയുമാണ് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നത്. എന്നാൽ ആരാധകരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ദിയ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 5 നടന്നത് അവരുടെ ഒഫീഷ്യൽ വിവാഹം മാത്രമായിരുന്നു. 1 വർഷം മുമ്പ് തന്നെ അശ്വിനും ദിയയും അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു. അശ്വിൻ ദിയയെ താലി കെട്ടി സിന്ദൂരം ചാർത്തി. സാക്ഷിയായി ഇവരുടെ ഉറ്റ സുഹൃത്തുക്കളും. പ്രേക്ഷകരെ പോലെ വീട്ടുകാരും ഈ റീൽ കണ്ടാണോ ഇതറിഞ്ഞത്, അതോ നേരത്തെ അവരോട് പറഞ്ഞിരുന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന വീഡിയോ നമ്മൾ ഇറക്കിയെന്ന് അശ്വിനും ദിയയും പറഞ്ഞു. വിവാഹത്തിന് മുൻപ് തന്നെ തായ്ലൻഡിലും മൂന്നാറിലും ദുബായിലുമൊക്കെ അശ്വിനും ഒന്നിച്ച് ദിയ പോയിരുന്നു. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനെ പറ്റിയും ഒന്നിച്ച് താമസിക്കുന്നതിനെ പറ്റിയും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊക്കെ ഇവർ കല്യാണ ശേഷം നടത്തിയ യാത്രകൾ തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള കറുത്ത മംഗൾസൂത്രയാണ് അന്ന് അശ്വിൻ ദിയയുടെ കഴുത്തിൽ കെട്ടിയത്. അതേ താലിയാണ് ഇപ്പോൾ ദിയ അണിഞ്ഞിരിക്കുന്നത്. വിവാഹം നേരത്തെ കഴിഞ്ഞതിനാലാവാം ഒഫീഷ്യൽ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഇമോഷൻസ് ഒന്നും തോന്നാത്തതെന്നും ഇത്തരത്തിലുള്ള വിവാഹം ഇനി ട്രെൻഡിങ് ആകുമെന്നും പ്രേക്ഷകർ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ പോയ സമയത്താണ് വിവാഹം നടന്നത് എന്നാണ് പ്രേക്ഷകരുടെ കണ്ടുപിടുത്തം.